എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, അപ്പനില്ലാത്ത മക്കൾ ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ഭർത്താവ് മരിച്ചുപോയ വിധവമാരി ഈ വാക്കുകൾ ആരെല്ലാം കേൾക്കുന്നുണ്ട്? ഭാര്യ മരിച്ചുപോയ അല്ലെങ്കിൽ ഭാര്യ വിട്ടുപോയ ഭർത്താക്കന്മാരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? മക്കളുടെ വാത്സല്യത്തിന് വേണ്ടി കേണ് നോക്കിയിട്ടും കിട്ടാതെ, മക്കളുടെ സ്നേഹം കിട്ടാതെ, മക്കളുടെ ആദരവ് കിട്ടാതെ, ഉപേക്ഷിക്കപ്പെട്ടവരായി, പരിത്യജിക്കപ്പെട്ടവരായി, വലഞ്ഞു കഴിയുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാൻ കൊതിക്കുന്നവരായി കഴിയുന്ന മക്കൾ ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ഒരു കാര്യം ഞങ്ങളോട് പറയാം, ആരോരും ഇല്ലാത്തവർക്ക് തുണയായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. എനിക്ക് ആരുമില്ല എന്ന് നീ പറഞ്ഞ് കരയുമ്പോൾ യേശുക്രിസ്തു എൻ്റെ പിറകിൽ നിന്നുകൊണ്ട് നിന്നോട് പറയും, മോനെ നിനക്ക് ഞാനുണ്ട്, മോളെ നിനക്ക് ഞാനുണ്ട്, എനിക്ക് ആരുമില്ല, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കാര്യം അന്വേഷിക്കാൻ ആരുമില്ല, എനിക്കൊരു വാക്ക് ഒരു പറഞ്ഞു തരാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നീ ഏങ്ങലടിക്കുമ്പോൾ നിൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് നിന്നെ തടുത്ത് നിർത്തിയിട്ട്, ഞാനല്ലയോ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ഇതുവരെ നീ അറിഞ്ഞില്ല ഞാൻ നിൽക്കുന്നത്, നീ കണ്ടില്ല ഞാൻ നിൽക്കുന്നത്, നിനക്ക് മുൻപ് ഞാൻ വന്ന് നിന്ന് നിന്നെ നയിക്കാമെന്ന് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വാത്സല്യത്തോടെ കരുണയുള്ള കർത്താവ് കരനീട്ടും നിങ്ങൾക്ക് കാണാം.